ആര് റീൽസ് കണ്ടിട്ട് നേത്രാവതി വരില്ലേ? കൊട്ടവയില. ഈ ഓടിപ്പോകുന്ന എങ്ങോട്ടാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? എന്നാൽ കർണാടകയിലുള്ള ഏറ്റവും അടിപൊളിയായിട്ടൊരു ട്രെക്കിങ്ങിലാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. നേത്രാവതി പീക്ക് ട്രക്ക്. നമ്മളെ ഇൻസ്റ്റയിലേക്ക് ഇപ്പൊ ട്രെൻഡിങ് ആയി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി സ്ഥലം. രാത്രി 10 മണിയായപ്പോൾ നമ്മൾ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി. നല്ല രീതിയിൽ വിശപ്പുണ്ട്. നോക്കി നടന്നിടന്ന് നമുക്കൊരു മലയാളി ഹോട്ടൽ കിട്ടി. പിന്നെ അവിടുന്ന് നല്ല രീതിയിൽ ഫുഡും കഴിച്ച് വയറും നിറഞ്ഞ ആശ്വാസം. ഓന്റെ വയറ് വന്നപ്പോൾ ഓൻ കൊച്ചിനെയും വിളിച്ച് കത്തിച്ച് കിടക്കുന്നു. ട്രിപ്പിന് വന്ന ട്രിപ്പ് തന്നെ ഫോക്കസ് ചെയ്യണ്ടേ. ഇങ്ങനെയുള്ള ചങ്ങായിമാരെ എല്ലാവരുടെ കൂട്ടത്തിലും നമ്മൾ ഇനി ഇവിടുന്ന് ഒരു പാക്കേജ് എടുത്താണ് നമ്മൾ ഇനി അങ്ങോട്ട് പോകാൻ പോകുന്നത്. നമ്മളെ സമാന്റെ ഇൻസ്റ്റയിലൊക്കെ ഇപ്പൊ കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമാന്റെ കൂടെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് പോകാം. രാവിലെ ആയപ്പോൾ നമ്മൾ സാൻഷൈൻ വില്ലേജിലെത്തി. നമ്മൾ ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്തത്. അവിടുന്ന് രാവിലെ നമ്മൾ ഫുഡും കഴിച്ച് പിന്നെ അങ്ങോട്ട് നമ്മൾ ഇവരൊക്കെ ആരാന്ന് പോലും നമുക്കറിയില്ല. പിന്നെ ഇവരായിട്ടൊക്കെ നമ്മൾ കമ്പനി അടിച്ച് പിന്നെ നമ്മളൊരു ഫാമിലി ആയിട്ടാണ് പിന്നെ അങ്ങോട്ടല്ല. ഉച്ചയ്ക്കുള്ള ഫുഡ് ഇവിടുന്ന് കളക്ട് ചെയ്ത് നമ്മൾ ഇനി അങ്ങോട്ട് 3 കിലോമീറ്ററോളം ഓഫ് റോഡും സഞ്ചരിച്ചാണ് നമ്മൾ ഇനി അങ്ങോട്ട് ട്രക്കിംഗ് പോയിന്റ് എത്താൻ. മുന്നേ കൂടി ഓൺലൈൻ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഇവിടെ കയറാൻ പറ്റത്തുള്ളൂ. ഡെയിലി ഇവിടെ 300 പേർക്ക് മാത്രം പ്രവേശനം അവൈലബിൾ. ഒരാൾക്ക് 500 രൂപയാണ് ചാർജ് വരുന്നത്. പിന്നെ ഗൈഡ് ഇല്ലാതെ അങ്ങോട്ട് കയറ്റിയും വിടുന്നത്. ഇവിടെ ആണെങ്കിൽ കമ്പ് റെന്റിന് കൊടുക്കുന്നത്. ഒരു കമ്പനാണെങ്കിൽ 20 രൂപ. ഞാൻ 10 രൂപ കൊടുത്ത് മേടിക്കാന്ന് വിചാരിച്ച പോകുന്ന ഒറ്റ മൈൻഡ് തരുന്നതേ ഇല്ല. ഈ കുത്തി നടന്നു പോകുന്നതാണ് നമ്മുടെ മെയിൻ ആള്. നമ്മളെ സമാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഓനാണ് ഇവൻ. ഓന പാക്കേജിലാണ് നമ്മൾ എല്ലാവരും ഒന്ന് പോകുന്നത്. മേലോട്ട് പോകുന്ന അനുസരിച്ച് ഓരോരോ വ്യൂ കണ്ടു പോകുമായിരുന്നു. മച്ചാന് സീനായിരുന്നു ഓരോരോ വ്യൂ പോയിന്റ്. കുറച്ച് നേരം അവിടെ കിടന്നും ഇരുന്നും റെസ്റ്റും എടുത്താണ് നമ്മൾ അങ്ങോട്ട് കയറുന്നത്. പക്ഷേ കുത്തനാവുള്ള മലകളുമാണ്. പിന്നെ 5 കിലോമീറ്ററോളം ട്രെക്കും ചെയ്യാനുണ്ട്. ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നതൊക്കെ ആണെങ്കിൽ ഒരു വട്ടമെങ്കിലും ജീവിതത്തിൽ പോകേണ്ട സ്ഥലമാണ് മക്കളെ ഇത്. നമ്മൾ വന്നപ്പോൾ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ നോക്കിയാൽ എങ്ങനെയാ ഇത്ര അടിപൊളി വ്യൂ പോയിന്റ് ഒക്കെ നമ്മൾ കണ്ടില്ലേ. മണ്ടയിലെത്തി കുറച്ച് മച്ചാന്മാർ ഒടുക്കത്തെ വീഡിയോ ഷൂട്ട് 2018 ഷൂട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ കൊച്ചു വണ്ടി എന്ന് പറഞ്ഞൊക്കെ ഷൂട്ട് ചെയ്യുമായിരുന്നു. മറ്റേ ഇൻസ്റ്റയിലൊക്കെ ഇപ്പൊ ട്രെൻഡിങ് ഉണ്ടല്ലോ, മറ്റേ ഇങ്ങനെ പോച്ചയുടെ അടിയിൽ കൂടെ പൊക്കി എടുക്കുന്ന എസ്തെറ്റിക് സ്റ്റൈൽ. അതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ നമ്മളെ കൊണ്ട് നടക്കുന്നില്ല നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ അതങ്ങ് വിട്ട് കളഞ്ഞു. എന്റെ മോനെ, ഈ കാണുന്ന ഐറ്റമാണ് മക്കളെ നേതാവിലെ മെയിൻ വ്യൂ പോയിന്റ്. ഭൂമിയിലെ സ്വർഗം എന്ന് വെച്ചാൽ ഇതൊക്കെ ആയിരിക്കും അല്ലേ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ മക്കളെ. നിങ്ങൾ വീട്ടിലിരിക്കാൻ ഇതൊക്കെ പോയി കാണും. നേതാവിൽ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വിട്ടു. ഇപ്പൊ കറക്റ്റ് ടൈമിങ്. എങ്ങനെ പോകണമെന്ന് ആലോചിച്ചിരിക്കും. അല്ലെങ്കിൽ പേടിക്കാൻ വേണം. സമാന്റെ കൂടെ ഒപ്പം പോകുന്നത് 16-17 പുതിയ ബാച്ച് ഉണ്ട്. ഞാൻ നമ്പർ താരം കൊടുത്തേക്ക് ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്തു. അപ്പൊ ഓക്കേട്ടാ, ബൈ.